രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് കോൺഗ്രസ് വളരെ മാന്യമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴെല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു, ആ പരാതിക്കാരി ഒരിക്കലും പരാതിയുമായി നിയമസഹായം തേടിയിട്ടില്ലായിരുന്നു എന്നായിരുന്നു. എന്നാൽ അത് പിന്നീട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും DGPക്ക് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തു. KPCC പ്രസിഡന്റിന് കൊടുക്കുകയും വേറൊരു പരാതിക്കാരി KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തു. ആ പരാതി അദ്ദേഹം തന്നെ DGPക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ അത് നിയമവഴിക്ക്, അത് നിയമത്തിൻ്റെ വഴിയിൽ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു സോഷ്യൽ ചർച്ചയിൽ നിന്നും അത് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് അതിജീവിതയുടെ ഭർത്താവ് വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പല ചാനലുകൾക്കും അഭിമുഖം കൊടുക്കുകയും പരാതിയുമായി രംഗത്തെത്തിയ രാഹുൽ, അദ്ദേഹത്തിൻ്റെ കുടുംബം തകർത്ത രാഹുലിനെതിരെ എന്നാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇത് ഈ ഒരു ചർച്ചയിലേക്ക് വരാൻ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ചേച്ചി, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുലിന് കിട്ടേണ്ട പരമാവധി ശിക്ഷ ലഭിക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. രാഹുലിൻ്റെ കേസിൽ ഇരകളുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളല്ലല്ലോ, ഇരകളുണ്ടെങ്കിൽ ഇരകൾക്കെല്ലാം നീതി കിട്ടണം, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു ഇരയെ വെച്ച് അല്ലെങ്കിൽ ഇരകളെ വെച്ച് രാഷ്ട്രീയ പകപോക്കലിനാകരുത് ശ്രമിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ആദ്യം ഉന്നയിക്കപ്പെടുന്നു. പിന്നീട് അതൊരു നടി എന്ന് പറയുന്ന ഒരു ആളാണ് പറയുന്നത്, എനിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. നടി എന്ന് സ്വയം അവകാശപ്പെട്ട ഒരു വ്യക്തി പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല, എൻ്റെ അടുത്ത സുഹൃത്താണ്, സുഹൃത്ത് നന്നാകണം എന്ന ഒരു നവീകരിക്കപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വരുന്നത്. പിന്നീട് നമുക്കറിയാം, ഒരു 2-2.5-3 മാസത്തോളം യാതൊരു വിധത്തിലും പരാതിയില്ല, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല, ഒന്നുമില്ല. അത് കഴിയുന്നു. അപ്പോൾ പരാതി വരുന്നു, കോൺഗ്രസ് നിലപാടെടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത പരാതി വരുന്നത് എപ്പോഴാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ്. ഏത് വിധേനയും രാഹുലിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി ഇരയെ ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സമയത്ത് പരാതി കൊടുത്തത് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി തന്നെയാണ്. അത് മറ്റൊരു തരത്തിൽ ഗുണമായി എന്നുകൂടി ഞാൻ പറയും. കാര്യം, പണ്ട് ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി സരിതയെ ഉപയോഗിച്ചതുപോലെ രാഹുൽ എന്ന യുവ നേതാവിനെ തകർക്കാനും കോൺഗ്രസിനെ തകർക്കാനും ഇരകളെ സൃഷ്ടിച്ചതാണ് എന്ന് പോലും ഒരു വിഭാഗം ചിന്തിക്കുന്നുണ്ട്. അതും ഞാൻ ഈ പറയുന്ന പോലെ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നു എന്നല്ല, സാധാരണക്കാരായ ഒരു വിഭാഗം. കാര്യം നമുക്കറിയാം, നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞാനും ചേച്ചിയും കൂടെ പലരോട് സംസാരിച്ചപ്പോഴും നമ്മളോട് പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടി വീഴ്ത്തിയത് സരിതയല്ലേ എന്ന് ചോദിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു. അതൊരു അത് കോൺഗ്രസിന് ഒരു തരത്തിൽ അനുകൂലമാവുകയും ചെയ്തു എന്ന് പറയാം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കോൺഗ്രസ് ശക്തമായ നിലപാടെടുക്കുകയും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതോടുകൂടി കോൺഗ്രസ് ശുദ്ധരായി. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ ജനസമ്മതി കൂടാനും കോൺഗ്രസിന് സഹായിക്കുകയാണ് ചെയ്തത്. അന്ന് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്തിറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? സ്ത്രീ ലംബടന്മാരുടെ കോൺഗ്രസ് എന്ന് ഒരു പരാതി വന്നപ്പോൾ ആ ആളെ കോൺഗ്രസിൽ നിന്ന് നീക്കിയ അവരാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെതിരെയാണ് സ്ത്രീ ലംബടന്മാരായ കോൺഗ്രസ്സുകാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ മുഖ്യമന്ത്രി എന്താ ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായ ആൾക്കാരുണ്ട്. എന്നിട്ടാണ് ഈ പണ്ട് പറയില്ല, ഒരു കൈയില്ലാത്തവൻ ഒരു വിരലില്ലാത്തവനെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന അതേ നയമാണ് ഇവിടെ മുഖ്യമന്ത്രി അന്ന് സ്വീകരിച്ചത്. ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെ എതിരെ ഒരു നടപടി പോലും എടുക്കാൻ കഴിയാത്തതാണ് CPM. അവലോകനം നടക്കുക. എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസിന്റെ മണ്ടയ്ക്ക് കയറാൻ ഇനിയൊരു 3 മാസത്തോളം മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ അതിനു മുന്നേ എങ്ങനെയും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഈ ഒരു ചർച്ച ലൈവാക്കി നിർത്തുക എന്നത് അവരുടെ ലക്ഷ്യമാണെന്ന് തോന്നുന്നു. പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ കുറിച്ച് ഇവർ എന്തൊക്കെ ഇനി പറഞ്ഞാലും അത് കോൺഗ്രസിനെ ബാധിക്കില്ല വിഷയമേ. ആ വിഷയത്തിൽ ഇനി കോൺഗ്രസിന് യാതൊരു വിധത്തിലും പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കേണ്ട ഏറ്റവും നല്ല നിലപാട് അല്ലെങ്കിൽ തീരുമാനം ഏറ്റവും നല്ലത് തന്നെയാണ്, യോജിച്ച നിലപാടാണ് കോൺഗ്രസ്. VD സതീശൻ അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കും. ആ സമയത്ത് ഒരുപാട് പേര് എതിർപ്പുകളുമായി വന്നായിരുന്നു. കാരണം അങ്ങനൊരു ആരോപണം വരുമ്പോൾ തന്നെ പുറത്താക്കരുതായിരുന്നു എന്നും, ഇപ്പൊ ഇവർ പറയുന്നത് പോലെ തന്നെ അന്വേഷണം നടക്കുകയല്ലേ, തീരുമാനമാകട്ടെ എന്ന് പറയാതെ, പക്ഷെ അദ്ദേഹത്തിന്റെ പൂർണ്ണ ബോധ്യത്തിൽ, പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിന്റെ മേലാണ് അങ്ങനെ ഒരു നടപടി എടുത്തതെന്ന് പറയുന്നു. അത് കഴിഞ്ഞു, ആ ഒരു വിഷയം കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരുന്നു. മാധ്യമങ്ങൾ 1000 ചോദ്യങ്ങൾ ചോദിക്കുന്നു. കൂളായി ചായ കുടിക്കുന്ന രാഹുലിനെ നമ്മൾ കണ്ടു.
അതിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു, കോൺഗ്രസിന് വിജയം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എവിടെയും കോൺഗ്രസിനെ തൊട്ടിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഒരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 3 മാസം, ഏകദേശം 100 ദിവസം പോലും ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇരയുടെ ഭർത്താവ് പരാതിയുമായി പോകുന്നു. അത്തരത്തിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കൊണ്ടുവരുന്നു. മറുവശത്ത് രാഹുൽ വീണ്ടും സജീവമാണ്. കഴിഞ്ഞ ദിവസം NSSന്റെ പരിപാടി രാഹുൽ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല രാഹുലിനെ കണ്ടപ്പോൾ കൈ കൊടുക്കാതെ പോയി. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ചെന്നിത്തലയുടേതായ നിലപാടുണ്ട്, അതുകൊണ്ട് കൈ കൊടുത്തില്ല. അപ്പോൾ രാഹുൽ പറഞ്ഞതിന് മറുപടി ഉണ്ട്, മാധ്യമങ്ങൾക്കോ കേരളത്തിലെ പൊതുസമൂഹത്തിനോ ചെന്നിത്തല എനിക്ക് കൈ തന്നോ ഇല്ലേ എന്നുള്ളത് വിഷയം ചർച്ച ചെയ്യേണ്ടതല്ല. അത് സത്യമാണ്, അതിപ്പോൾ സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ ഷാഫി പറമ്പലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അതിജീവിതയുടെ ഭർത്താവ് പരാതി കൊടുത്തു എന്താണ്. അപ്പോൾ ഷാഫി ചോദിച്ചൊരു ചോദ്യമുണ്ട്, കോൺഗ്രസ് രാഹുലിനെതിരെ എടുക്കേണ്ട എല്ലാ നിലപാടും അല്ലെങ്കിൽ നടപടിയും എടുത്തു, ഇനി എന്തിനാണ് ഞങ്ങൾ രാഹുലിന്റെ വിഷയത്തിൽ മറുപടി പറയുന്നത്? അതെ, മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും കരുതുന്നത് കോൺഗ്രസ് പുറത്താക്കി, പക്ഷെ ഇപ്പോഴും മാധ്യമ പ്രവർത്തകർക്ക് രാഹുൽ കോൺഗ്രസ്സുകാരനായി തന്നെ നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഏത് നേതാവിനോട് രാഹുൽ രാഹുൽ എന്ന് പറഞ്ഞ മൈക്ക് കൊണ്ട് നീട്ടി പറയുന്നത്? ഇവർക്ക് നാണമുണ്ടോ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ചോദിക്കാൻ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സജീവമാണെന്ന് തന്നെ പറയേണ്ടി വരും. അത് അയാൾ വ്യക്തിപരമായി, അയാളൊരു MLA അല്ലേ, അപ്പൊ അയാൾ സജീവമാണ്, അത് അയാളുടെ മാത്രം വിഷയമാണ്. അതിന് ഉത്തരം പറയേണ്ട ബാധ്യത കോൺഗ്രസിലില്ല. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ വി ഡി സതീശനെതിരെ CBIക്ക് ഒരു കേസ് വിടാൻ പോകുന്നു, പുനർജനി കേസ്. അപ്പോൾ വി.ഡി. സതീശന് അനുകൂലമായിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്ന് റെജി ലൂക്കോസ് പോകുമ്പോൾ അതും ഒരു പോസ്റ്റ് ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈവായി നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ, കാര്യം ഇപ്പോഴും ആരോപണം എന്ന് തന്നെ പറയണമല്ലോ, കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം വരെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ആരോപണങ്ങളെ കത്തിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നു. രാഹുലിന്റെ വിഷയം ഒരിക്കലും ഇരയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടല്ല ഇന്നും LDF എടുത്തിരുന്നത്, അല്ലെങ്കിൽ സർക്കാർ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ കൂടുതൽ ഈ കേസ് ആഭ്യന്തര ആരുടെ കയ്യിലാണ്? അതിനി പഴയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെയാണോ ഇനി അതിലും തീരുമാനം എടുക്കുക? ആയിരിക്കും. കാര്യം എല്ലാത്തിലും രമേശ് ചെന്നിത്തല, പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും പറയുന്നുണ്ടല്ലോ, രമേശ് ചെന്നിത്തല മറുപടി പറയണം എന്ന് പറയുന്ന ആളുകളാണല്ലോ ഉള്ളത്. അപ്പോൾ ഇന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ റെജി ലൂക്കോസ് പോയതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കപ്പൽ ആടി ഉലയുക മാത്രമല്ല, സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ നടുകടലിലേക്ക് എടുത്ത് ചാടുക കൂടിയാണല്ലോ സാർ എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ഇടുന്നുണ്ട്. അപ്പോൾ രാഹുലിനെ ബാധിക്കുന്നില്ല, പക്ഷേ ബാധിക്കുന്നത് മുഴുവൻ ഇവിടുത്തെ മാധ്യമങ്ങളെയാണ്. എനിക്ക് തോന്നുന്നു വി.ഡി. സതീശൻ കുറേ പ്രാവശ്യം രൂക്ഷമായ മറുപടികൾ കൊടുത്തത് കൊണ്ടായിരിക്കണം ഷാഫി പറമ്പലിനെ വിട്ട് പോകുന്ന ഒരു പരിപാടിയേ ഇല്ല. നമുക്കറിയാം ഷാഫി പറമ്പിലിൻ്റെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ ഷാഫി പറമ്പിലിൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗം, ഏതെങ്കിലും ഒരു വീഡിയോ വന്നാൽ ചേച്ചിയുടെ കമൻറ്റ് ബോക്സ് നോക്കണം, ഒരു ചോദ്യമെങ്കിലും കാണും, രാഹുൽ അനിയന് സുഖമാണോ, അല്ലെങ്കിൽ രാഹുലുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു കമൻറ്റ് അതിലുണ്ടായിരിക്കും. കാര്യം പാർട്ടി നിലപാടെടുത്തു രാഹുലിനെ പുറത്താക്കി, എന്നിട്ടും തീരുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ കേസുകളൊക്കെ ജെനുവിനാണ്, ഇതിനൊന്നും രാഷ്ട്രീയമായി ഒരു മൂല്യവും ഇല്ല എങ്കിൽ ഇത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് CPMനെ വെട്ടിലാക്കുന്ന അല്ലെങ്കിൽ LDFനെ വെട്ടിലാക്കുന്ന സ്വർണ്ണക്കൊള്ള, ഈ പറയുന്ന പോലെ വർഗീയ പരാമർശങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും വിഷയങ്ങളും ഒക്കെ പൊങ്ങി വരുന്നത്? ഇനി അതുപോലെ റിപ്പോർട്ടർ TV ആണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ ബ്രേക്കിംഗ് കൊടുക്കുന്നത്, റിപ്പോർട്ടർ TV തന്നെ ഒരു 1-2 അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുലിനെതിരെ ഇനിയും സാധനങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഏത് മാസം കൊടുക്കാനായിരിക്കും? മാർച്ചിൽ കൊടുക്കാനോ ഫെബ്രുവരിയിലോ? ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് അവർ വീണ്ടും അതുപോലെ ബ്രേക്കിംഗ് കൊടുക്കാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അതിനു മുന്നേ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനമായാൽ കൊള്ളാമായിരുന്നു.